Hello friends, welcome to SAT, Centers Tuition Center Marathumadi and Puthanvarikara. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ചാപ്റ്റർ 7ലെ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. കുറേ കുട്ടികൾ നമ്മുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, സാറേ ഓർഗാനിക് കെമിസ്ട്രിയിലെ ആ റിയാക്ഷൻസ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന്. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ 7 പാർട്ട് 1 substitution reactions. Substitution. Okay. So, what do you mean by substitution? Substitution reaction നിങ്ങൾ ഇതിനു മുന്നത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇൻഓർഗാനിക് കോമ്പൗണ്ട്സിൽ അവിടെ ഒരു മെറ്റലിനെ വേറൊരു മെറ്റൽ ആദേശം ചെയ്യുന്ന റിയാക്ഷൻസ്. നമ്മൾ അത്തരം ക്ലാസ്സുകൾ നമ്മുടെ മെറ്റൽസ് എന്ന് പറയുന്ന ഒരു വീഡിയോസിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻസ്. ഓക്കെ, ഏകദേശം അതിന് സിമിലർ ആണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴാണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വരേണ്ടി വരുന്നത്? ഇപ്പം നമ്മളറിയാം, ഒരു ഫുട്ബോൾ കളിക്കാൻ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ ഇത് ഫുട്ബോൾ ഗ്രൗണ്ടാണെന്നായിരിക്കും. ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരന് ഒരു പരിക്ക് പറ്റി, കാല് നുളുക്കി കഴിഞ്ഞാൽ അയാൾ പുറത്തേക്ക് ഔട്ടാവുമ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾ അകത്തേക്ക് കയറും അല്ലേ? അപ്പോൾ ഒരാൾക്ക് പകരം വേറൊരാൾ കയറും. അതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ടീച്ചർ ഇല്ല, അപ്പോൾ ഒരു ടീച്ചർ ലീവാണ്. അപ്പോൾ ആ ടീച്ചറുടെ ക്ലാസ്സിലേക്ക് പുതിയൊരു ടീച്ചർ വരും. അപ്പോൾ ആ ടീച്ചർ സബ്സ്റ്റിറ്റ്യൂട്ടാണ്, മറ്റേ ടീച്ചറിന് പകരം വന്നതാണ്. അപ്പോൾ ഒരാൾ പോകാതെ വേറൊരാൾക്ക് വരാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? ദീസ് ആർ റിയാക്ഷൻസ് ഇൻ വിച്ച് വൺ ആറ്റം ഇൻ എ മോളിക്യൂൾ ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്തിരി വെരി കോംപ്ലിക്കേറ്റഡ് ഉള്ള റിയാക്ഷൻസ് ആണ്. ഓർഗാനിക് കെമിസ്ട്രി വളരെ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അത് ന്യൂക്ലിയോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫൈലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ 2 types ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ +1 അത് പഠിക്കുക, +1 +2 ലെവലിലാണ് അത് കൂടുതലായിട്ട് പഠിക്കുക. നമുക്ക് 10ാം ക്ലാസ്സിൽ അതില്ല എങ്കിൽ പോലും 10ാം ക്ലാസ്സിലെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മെക്കാനിസത്തിലേക്ക് സാർ ആദ്യം പോകുന്നില്ല. അത് ഈ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. പൊതുവേ നമുക്ക് ഇത് വളരെ അതിൻ്റെ മെക്കാനിസം ഒന്നും സ്കൂളുകളിൽ പഠിപ്പിക്കാൻ സാധ്യതയില്ല. കാരണം അത് നിങ്ങളുടെ ലെവലിൽ വരുന്നതല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്കൂൾ ലെവലിൽ, നമ്മൾ SSLC ലെവലിൽ ഇതെങ്ങനെ മനസ്സിലാക്കാം, നമുക്കെങ്ങനെ പഠിച്ചെടുക്കാമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മെക്കാനിക്സിലേക്ക് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു കോമ്പൗണ്ട് എടുക്കാം. സപ്പോസ് 4 ആറ്റങ്ങൾ ചുറ്റുമുള്ള ഒരു കോമ്പൗണ്ട്. ഇതിനടുത്തേക്ക് വേറൊരു മോളിക്യൂൾ വന്നു. മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ, മിനിമം 2 ആറ്റങ്ങൾ ഉണ്ടാവണം. ഇതിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അടുത്തേക്ക് വന്നു. ഇനി ഒരു സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറണം. ആരെ? ഈ പറയുന്ന ആറ്റം ഇതിൻ്റെ സ്ഥാനത്ത് നിന്നും മാറിപ്പോകുന്നു. എന്നിട്ട് ആ പൊസിഷനിലേക്ക് ഇവിടെ നിന്നും ഒരാൾ വരുന്നു. ക്ലിയർ? ഇതിനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നോക്കൂ, ഇവിടെ അയാൾ മാറിപ്പോയി, ആ പൊസിഷനിലേക്ക് ഈ പറയുന്ന ആൾ വരുന്നു. കണ്ടോ? സോ ഒന്നുകൂടി നോക്കുക. എന്താ നമ്മൾ പറഞ്ഞത്? ഇവിടെ നിന്നിരുന്ന ഒരു ആറ്റം പോവുകയും ആ ആറ്റത്തേക്ക് വന്ന മോളിക്യൂളിൽ നിന്ന് ഒരാൾ കന്ന് കയറുകയും ചെയ്തു. കണ്ടോ? ഓക്കെ, സോ ദീസ് ആർ റിയാക്ഷൻസ് ആണ് ഇൻ വിച്ച് വൺ ആറ്റം ഇൻ എ മോളിക്യൂൾ ഈസ് റീപ്ലേസ്ഡ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ്. റീപ്ലേസ്ഡ്, അതിൻ്റെ സ്ഥലത്ത് അത് മാറി ബൈ അനദർ ആറ്റം, മറ്റൊരു ആറ്റം. ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ മോളിക്യൂൾ. അതിനകത്ത് ഒരെണ്ണം പോയി, പിന്നെ അടുത്തത് പോയി, പിന്നെ അടുത്തത് പോയി, പിന്നെ അടുത്തത് പോയി. അങ്ങനെ 4 എണ്ണം പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 4 വ്യത്യസ്ത കോമ്പൗണ്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. നോക്കാം, ഇപ്പോൾ ഇവിടെ 4 പേരുണ്ട്. അതിനകത്ത് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരാം, ഇങ്ങനൊരു കോമ്പൗണ്ട് ഉണ്ടാവും. കണ്ടോ? മനസ്സിലായോ പറയുന്നത്? അതായത് ഇയാൾ പോയി, പകരം ആ സ്ഥലത്തേക്ക് കണ്ടോ ഒരാൾ വന്നു. ക്ലിയർ? ഇനി വീണ്ടും ഈ നിൽക്കുന്ന ആളിൽ തന്നെ ഇയാളും കൂടി പോയി, പകരം അങ്ങോട്ട് വേറൊരാൾ വന്നു. കണ്ടോ? അപ്പോൾ 2 പച്ചയായി. കണ്ടോ? ഇനി വീണ്ടും ഈ പറഞ്ഞ ആളിൽ തന്നെ ഈ ആൾ പോയി. കണ്ടോ? ഈ 3ാമത്തെ ആൾ പോയി, ഇങ്ങോട്ട് വേറൊരാൾ വന്നു. കണ്ടോ? ക്ലിയർ? അപ്പോൾ ഇത് ഒരാളിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു. ഇനി ഒരു സാധ്യതയുണ്ട്, ഒരാളെയും കൂടി ചവിട്ടി പുറത്താക്കാനുണ്ട്. അപ്പോൾ അയാളും കൂടി പോയി കഴിഞ്ഞാൽ ക്ലിയർ. അപ്പോൾ നമുക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കാം. ഇവിടെ 4, ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് 4 ആറ്റങ്ങളാണ്.
വന്നത് പച്ച കണ്ടോ, ഈ ഓറഞ്ച് ഒരാൾ മാറ്റി, പിന്നെ അടുത്ത ആൾ മാറ്റി, പിന്നെ അടുത്ത ആൾ മാറ്റി, പിന്നെ അങ്ങനെ 4 വന്നു കണ്ടോ. സോ ദിസ് ഈസ് നോൺ ആ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ സംഭവിക്കുന്നതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരാൾ മാറി പകരം വേറൊരാൾ വരിക. ക്ലിയർ? ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്കിനി എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് മീഥേൻ അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലായി. മീഥേൻ എന്താണെന്ന് അറിയണം അല്ലേ. മീഥേൻ നമ്മൾ ഇതിനു മുന്നേ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ. ഓക്കെ, ഇതാണ് മീഥേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. വെരി ഫസ്റ്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. മീഥേൻ റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് അൾട്രാവൈറ്റ് മീൻസ് സൺലൈറ്റ്. UV റേസിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ റിയാക്ഷൻ Cl2. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിലെ CH4 അതായത് മീഥേനും ക്ലോറിൻ തമ്മിൽ നടക്കുന്ന റിയാക്ഷനിലെ UV റേസ് എന്തായാലും വേണം. എന്തിനാണ് ഈ UV റേസ്? UV റേസ് ക്ലോറിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ Cl2നെ 2 ആക്കണം. അതായത് 2 Cl ആയിട്ട് ഇങ്ങനെ വിഘടിക്കും. ക്ലിയർ? അങ്ങനെ അത് Cl2 റാഡിക്കലായിട്ട് മാറും. എന്താണ് Cl2 റാഡിക്കൽ? ഈ ഒരു റാഡിക്കൽ വന്നിട്ടാണ് ഇവിടെ നിന്നും ഹൈഡ്രജനെ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസത്തെ കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. ഹയർ ലെവലിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ ഈ വീഡിയോൻ്റെ അവസാനം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ സ്കൂൾ ലെവലിൽ ഇതെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം എന്ന് നോക്കാം. സ്കൂൾ ലെവലിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഹൈഡ്രജൻ 4 ചുറ്റും, ഓക്കെ, ക്ലോറിൻ വരുന്നു, പ്ലസ് ക്ലോറിനെ 2 കാണിക്കണം എന്ന് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ദെൻ ഗീവ്സ്, ഇനി എന്താ എഴുതേണ്ടത്? ഇനി ഈ ഹൈഡ്രജൻ മാറുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും ടീച്ചർ. ഓക്കെ, ആ മാറുന്ന ഹൈഡ്രജൻ ഇവിടെ എഴുതാം. പുറത്തേക്ക് പോയി, ഹൈഡ്രജൻ പുറത്തേക്ക് പോയി. അവിടെ ക്ലോറിൻ വരുന്നു. അപ്പോൾ ഇവിടെ ബാക്കി എന്തായി? ഇവിടെ 3 സ്ഥലത്ത് വെച്ച്, ഇവിടെ വെച്ച്, ഇവിടെ വെച്ച് കണ്ടോ. ഈ പോയ ഹൈഡ്രജന്റെ പ്ലേസിലേക്ക് ആര് വന്നു? ക്ലോറിൻ വന്നു, Cl. ഓക്കെ, ക്ലിയർ? പുറത്തേക്ക് പോയ ഹൈഡ്രജൻ ഇവിടെ നിൽക്കുന്ന ക്ലോറിനും തമ്മിൽ ചേർന്ന് എന്തുണ്ടായി? HCl ഉണ്ടായി. ഇങ്ങനെ മനസ്സിലാക്കിയാലും തെറ്റൊന്നുമില്ല, നമുക്ക് ഉത്തരം ശരിയാവുമല്ലോ. പക്ഷേ ആക്ച്വലി പുറത്തേക്ക് പോകുന്ന ഹൈഡ്രജനും ഈ ക്ലോറിനും തമ്മിൽ HCl ഉണ്ടാവുന്നില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. തൽക്കാലം ഇപ്പോൾ നമുക്ക് സ്കൂളിൽ ഒക്കെ പറയുന്ന മെത്തേഡ് ഒന്നുകൂടി ഒന്ന് കാണാം. നമ്മുടെ മീഥേൻ ഇങ്ങനെയാണ്. കാർബണിന് ചുറ്റും 4 ഹൈഡ്രജൻ പ്ലസ് എന്താണ്? ക്ലോറിൻ ഇച്ചിരിയും കൂടി വലുതാണ് ഹൈഡ്രജനേക്കാളും. ഇപ്പോൾ 2 ക്ലോറിൻ വേണം, കാരണം ക്ലോറിൻ ഒറ്റയ്ക്ക് നിൽക്കില്ല. ക്ലോറിന് ചുറ്റും 7 ഇലക്ട്രോണാണ് ഉള്ളത്, 7 വാലൻസ് ഇലക്ട്രോണാണ് ഉള്ളത്. 1 2 3 4 5 6. ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിനുമായി ഷെയർ ചെയ്തേക്കണം. 1 2 3 4 5 6. ഒരു ഇലക്ട്രോൺ ഇപ്പുറത്തെ ക്ലോറിന് വേണം. അപ്പോൾ 2 പേർക്കും 8 എണ്ണമായി കണ്ടോ. ഇയാൾക്കും 8 എണ്ണമായി, അതുപോലെ തന്നെ ഇയാൾക്കും 8 എണ്ണമായി കണ്ടോ. അപ്പോൾ ഇവർ ഒരു ഇലക്ട്രോൺ വെച്ച് ഷെയർ ചെയ്തേക്കാണ് കണ്ടോ. നമ്മൾ UV റേസ് വരുമ്പോൾ ഇതിങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ട് ഈ ക്ലോറിൻ വന്നിട്ട് ഈ ഹൈഡ്രജൻ്റെ പ്ലേസിലേക്ക് വരും. ഹൈഡ്രജൻ അവിടെ നിന്ന് മാറ്റും. വാട്ട് ഹാപ്പൻ? ഹൈഡ്രജൻ പുറത്തേക്ക് പോയിട്ട് നമ്മുടെ ഇപ്പുറത്തെ ക്ലോറിനുമായിട്ട് പ്രവർത്തിച്ച് പുറത്തേക്ക് പോകും. അപ്പോൾ എന്തുണ്ടാവും? ഹൈഡ്രജനും ഈ ക്ലോറിനും ചേർന്നാൽ HCl. ക്ലിയർ? പിന്നെ ബാക്കിയോ? ഈ ക്ലോറിൻ വന്ന് ഇവിടെ വന്ന് ചേർന്നാലോ ആ ഹൈഡ്രജൻ്റെ പ്ലേസിൽ ക്ലോറിന് നിങ്ങൾ എഴുതണം. നോക്കാം നമുക്ക്. ഇപ്പോൾ UV റേസ് ഉണ്ടാവണം എന്നുള്ള കാര്യം മറക്കരുത്. സൺലൈറ്റ്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഈ ഹൈഡ്രജൻ പോയി ആ പ്ലേസിലേക്ക് ആരും ഒരു ക്ലോറിൻ വരും. വെരി സിമ്പിൾ അല്ലേ? പിന്നെ പുറത്തേക്ക് പോയ ഹൈഡ്രജൻ ഈ ക്ലോറിനും ചേർന്നത് ഉണ്ടാവും, HCl ഉണ്ടാവും എന്നാണ് നിങ്ങളെ പഠിപ്പിച്ചേക്കണം. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക. ഹൈ സ്റ്റഡീസിൽ വരുമ്പോഴാണ് നമ്മളത് തിരുത്തി പഠിപ്പിക്കുക. എന്തായാലും ഇപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, കാരണം നമുക്ക് എഴുതണമല്ലോ പരീക്ഷയ്ക്ക്. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഒരു ഹൈഡ്രജൻ മാറി പകരം വേറൊരു ക്ലോറിൻ വന്നു. ഇപ്പോൾ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ HCl ഉണ്ടാവും. ക്ലിയർ? ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇൻ്റർമീഡിയറ്റ് റിയാക്ഷൻസ് ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ വെച്ച് ഈ റിയാക്ഷൻ നിൽക്കോ? ഇല്ല. നമുക്ക് ഇനിയും വേണമെങ്കിൽ അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് അവിടെ ബാക്കി വന്നു കേട്ടോ. ഇതിനകത്തേക്ക് വീണ്ടും ക്ലോറിൻ വരെയാണ്. അപ്പം എന്ത് സംഭവിക്കും? ഈ ഹൈഡ്രജൻ പോകും, അവിടെ ക്ലോറിൻ വരും. അപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട് വരും അല്ലേ. വീണ്ടും ഹൈഡ്രജൻ, അങ്ങനെ 4 ഹൈഡ്രജൻ പോകുന്നവരെയും ഈ റിയാക്ഷൻ നമ്മൾ എഴുതണം. അപ്പോൾ ഈ റിയാക്ഷൻ നമുക്കൊന്ന് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഹൈഡ്രജൻ എത്ര ഉണ്ട്? 1 2 3 4 CH4. ഓക്കെ, പ്ലസ് ഇവിടെ 2 ക്ലോറിൻ. അപ്പോൾ എന്താണ്? Cl2. ഇവിടെ ഈക്വൽ ടു അല്ല നമ്മൾ ഇക്വേഷൻ എഴുതുന്നത്. ഇക്വേഷൻ നമ്മൾ ഗീവ്സ് ഇടുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈക്വൽ ഇട്ടത്. ദെൻ ഇവിടെ എന്താണ്? C ദെൻ 3 ഹൈഡ്രജൻ
അപ്പോൾ എന്ത് വരും CH3. പലപ്പോഴും കുട്ടികൾ മറന്നു പോകുന്നതാണ് Cl, മറക്കരുത് Cl. ഓക്കെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും കാർബൺ ചുറ്റും 4 പേരുണ്ടാവും. അപ്പോൾ 3 ഹൈഡ്രജൻ കഴിഞ്ഞാൽ പിന്നെ ഒരാളാരാ? ക്ലോറിൻ. പ്ലസ് ഇതങ്ങനെ ചേർത്ത് എഴുതുന്നതാണ് HCl. ദിസ് ഈസ് ദ ഇക്വേഷൻ. ക്ലിയർ? ഓക്കെ, ലൈക്ക് ദിസ്. കണ്ടോ? ഓക്കെ, ഒരു കാർബൺ 4 ഹൈഡ്രജൻ 2 ക്ലോറിൻ ഗീവ്സ് CH3Cl പ്ലസ് HCl. റൈസ് ഉണ്ട്, മറക്കരുത്. ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത്. ഓക്കെ, ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉണ്ടായ പ്രോഡക്റ്റ്, ഇതാണ് നമുക്ക് ഇവിടെ ഉണ്ടായ പ്രോഡക്റ്റ്, ഒരു ഹൈഡ്രജൻ മാറി വന്ന ക്ലോറിൻ. എന്താണ് ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. ഒരു കാർബൺ ഉണ്ടെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? മെത്ത്. സിംഗിൾ ബോണ്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ANE. ഓക്കെ, ദെൻ ക്ലോറിൻ വന്നുകൊണ്ട് അതിന് മുന്നിൽ എന്ത് ചേർക്കണം? ക്ലോറോ. സോ വാട്ട് ഈസ് നെയിം? ക്ലോറോമീഥേൻ. എന്താണ്? ക്ലോറോമീഥേൻ. അപ്പോൾ ക്ലോറോമീഥേൻ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി, വീണ്ടും ഇതേപോലെ ക്ലോറിനുമായി പ്രവർത്തിക്കുന്ന UV റേസ്. അപ്പോൾ ഈ ഹൈഡ്രജനാണ് കളയണത്, മറ്റേത് പോകുന്നില്ല. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ ക്ലോറിൻ ഇവിടുന്ന് പോകുന്നില്ല, കണ്ടോ? അവിടെ തന്നെ ഉണ്ട്. ഈ 3 ഹൈഡ്രജനിൽ ഒരു ഹൈഡ്രജൻ, ഈ ഹൈഡ്രജനാണ് പോയത്, കണ്ടോ? അപ്പോൾ അവിടെ ആര് വരണം? ഇവിടെ നിന്നും ഒരു ക്ലോറിൻ വരണം. ക്ലിയർ? ക്ലോറിൻ വന്നു. അപ്പോൾ ബാക്കിയുള്ള ആ പുറത്തേക്ക് പോയ ഹൈഡ്രജനും ക്ലോറിൻ ചേർന്ന് അവിടെ പ്രോഡക്റ്റ് ഉണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ? HCl. അപ്പോൾ ഇത് നമുക്ക് എഴുതാം. ഇത് എഴുതുമ്പോൾ എന്താണ്? CH3 3 ഹൈഡ്രജൻ ക്ലോറിൻ പ്ലസ് Cl2 ഗീവ്സ് എന്തുണ്ടാവുന്നു? CH2Cl2 പ്ലസ് HCl. 2 ഹൈഡ്രജനും 2 ക്ലോറിനും. ഓക്കെ, എന്താണ് ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് വീണ്ടും ഇവിടെ എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. സോ മെത്ത്. സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ടാണ് നമ്മളെന്ത്? ANE. പിന്നെ ക്ലോറിൻ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ക്ലോറോ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുന്നിൽ എന്ത് ചേർക്കണം? ഒരു ഡൈ ചേർക്കണം. ഡൈക്ലോറോമീഥേൻ. ക്ലിയർ? ഓക്കെ, ഇതൊക്കെ പേര് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി നെയിമിംഗ് എന്ന് പറയുന്ന ഒരു 8 വീഡിയോ സീരീസ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പേരുകളൊക്കെ വളരെ കൂളായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ദെൻ ഇവിടെ ഉണ്ടായി ഈ പ്രോഡക്റ്റ് ഇവിടെ വെച്ച് നിൽക്കുന്നില്ല, ഇനിയും 2 ഹൈഡ്രജൻ കൂടി പോകാനുണ്ട്, വീണ്ടും ക്ലോറിനുമായിട്ട് പ്രവർത്തിക്കും. ഓക്കെ, അങ്ങനെ വീണ്ടും അവർ തമ്മിൽ പ്രവർത്തിച്ചു. അപ്പോൾ നോക്കൂ, അപ്പോൾ എന്താ സംഭവിക്കുക? ഉണ്ടോ? ഈ ഹൈഡ്രജൻ പോയി, താഴെയുള്ള ഹൈഡ്രജൻ പോയി, അവിടെ ഒരു ക്ലോറിൻ വന്നു, കണ്ടോ? പ്ലസ് HCl. എപ്പോഴും HCl ആണ് പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത്, കണ്ടോ? ദെൻ നമുക്ക് ഇതെടുത്ത് എഴുതി കഴിഞ്ഞാൽ CH2 പ്ലസ് Cl2 പ്ലസ് Cl2 ഗീവ്സ് ഇവിടെ എന്താ പറയുക? ഒരു H ഉള്ളൂ പ്ലസ് CHCl3 പ്ലസ് HCl. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന കാർബൺ ചുറ്റും 4 പേര് വരും. ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ 3 ആയിരിക്കും, ക്ലോറിൻ ആയിരിക്കും. എന്താണ് ഇതിൻ്റെ പേര്? ഇതിൻ്റെ പേര് നേരത്തെ എഴുതിയ ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഡൈ എന്നുള്ള സ്ഥലത്ത് എന്ത് ചെയ്യുക? ട്രൈ ചേർക്കുക. അപ്പോൾ എന്താണ്? ട്രൈ ക്ലോറോമീഥേൻ. ഓക്കെ, വീണ്ടും ഈ റിയാക്ഷൻ നടക്കും. ആ ട്രൈ ക്ലോറോമീഥേനുമായിട്ടാണ് റിയാക്ഷൻ നടക്കുക. പ്ലസ് Cl2. ഈ ഒരു ഹൈഡ്രജനെ പോകാനുള്ളൂ അല്ലേ? എല്ലാവരും പോയി. ഇനി ഇതിനെയും കൂടി ചവിട്ടി പുറത്താക്കാൻ പറ്റും, അതും പോയി. ആഹാ, അപ്പോൾ എന്തായി? HCl. ഇവിടെ കാർബൺ ചുറ്റും 4 ക്ലോറിൻ അല്ലേ? അപ്പോൾ നോക്കാം ഇതിൻ്റെ പേര് എന്ത് വരും? ഇതിൻ്റെ പേര് CCl4. 4 ക്ലോറോ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് പറയുന്നത് ടെട്ര എന്ന വാക്കുകൊണ്ടാണ്. ടെട്രാ ക്ലോറോ മീഥേൻ. ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് മീഥേൻ. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ചുരുക്കി ഇത് മാത്രം എഴുതിയാൽ മതി. അതായത് CH4 മീഥേൻ പ്ലസ് Cl2 ഗീവ്സ് എന്ന് പറഞ്ഞിട്ട് UV റേസ്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ കുറയ്ക്കുക, ഒരു ക്ലോറിനെ കൂട്ടുക. അപ്പോൾ ഒരു ഹൈഡ്രജൻ കുറഞ്ഞു, CH3, എന്നിട്ട് ഒരു ക്ലോറിനെ അങ്ങോട്ട് ചേർക്കുക, കണ്ടോ? പ്ലസ് HCl എപ്പോഴും ഉണ്ടാവും. ക്ലിയർ? വീണ്ടും ഇത് സെയിം പ്രോഡക്റ്റ് ഇവിടെ കൊണ്ട് എഴുതി വെക്കുക. അതാ ഇവിടെ കിട്ടിയത് ഇവിടെ എഴുതി വെക്കുക. എന്താണത്? CH3Cl. പിന്നെ ഇത് തന്നെ താഴേക്ക് എഴുതുക. എന്താണ്? Cl2 ഗീവ്സ്. ഇതൊക്കെ അതുപോലെ തന്നെ UV. ഇനി എന്ത് ചെയ്യണം? ഒരു ഹൈഡ്രജൻ ഇങ്ങനെ കുറയ്ക്കാം, CH2. ഈ Cl അവിടെ തന്നെ എഴുതണം, ആ Cl ഒരെണ്ണം കൂട്ടാം. കണ്ടോ? നോക്കൂ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ കുറയുന്നു, കണ്ടോ? ഇവിടെ നിന്ന് ഒരു ക്ലോറിൻ എന്താണ്? കൂടുന്നു. ഹൈഡ്രജൻ്റെ എണ്ണം കുറയുമ്പോൾ ക്ലോറിൻ്റെ എണ്ണം കൂടും. പ്ലസ് എന്താണ്? HCl. ഓക്കെ, ദെൻ വീണ്ടും നമ്മൾ സെയിം പ്രോഡക്റ്റ് ഇവിടെ കൊണ്ടുവന്ന് എഴുതുക. എന്ത് എഴുതണം? CH2Cl2 പ്ലസ് Cl2 ഗീവ്സ് UV റേസ്. എന്ത് വരും? ഒരു ഹൈഡ്രജനെ കുറയ്ക്കുക, അപ്പോൾ CH. ക്ലിയർ? ഒരു ക്ലോറിനെ കൂട്ടുക, Cl2, അപ്പോൾ എന്താവും? Cl3 പ്ലസ് HCl.
ക്ലിയർ? ഇനി വീണ്ടും സെയിം പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് എഴുതാം. അപ്പോൾ എന്താണ് CHCl3 പ്ലസ് Cl2 gives UV rays. ദെൻ ഒരു ഹൈഡ്രജൻ കുറയ്ക്കാം, C, ദെൻ ഒരു ക്ലോറിനെ കൂട്ടുക, CCl4 പ്ലസ് HCl. ഓക്കെ, ക്ലിയർ? നമുക്കൊന്ന് ചുരുക്കി പറയാം. അപ്പോൾ ഇതാണ് CH4 പ്ലസ് Cl2 gives CH3Cl പ്ലസ് HCl. അപ്പോൾ ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, മീഡിയൻ, ഒരു ഹൈഡ്രജനെ കുറഞ്ഞ് ഒരു ക്ലോറിൻ കൂടി. വീണ്ടും അത് സെയിം പ്രോഡക്റ്റ് നമ്മളിവിടെ എടുത്തെഴുതി, ദെൻ ക്ലോറിനെ പ്രവർത്തിച്ചു. അപ്പോൾ ഒരു ഹൈഡ്രജനെ കുറയ്ക്കും, 3 എന്നുള്ളത് 2 ആയി, ഒരു ക്ലോറിൻ എന്നുള്ളത് എത്രയായി? 2 ക്ലോറിൻ. ക്ലോറിൻ കൂടും, ഹൈഡ്രജൻ കുറയും. ഓക്കെ, വീണ്ടും നോക്കൂ, സെയിം പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ എടുത്തെഴുതി. ഓക്കെ, ദെൻ അവൻ്റെ സംഭവിക്കുക, ആ 2 ഹൈഡ്രജൻ എന്നുള്ളത് 1 ഹൈഡ്രജനാവും, 2 ക്ലോറിൻ എന്നുള്ളത് 3 ക്ലോറിനാവും, 1 കൂടും. കിട്ടിയോ? വീണ്ടും സിമിലാർലി നമുക്കിങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ CH4 എത്രയാണ്? 4 ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ചുറ്റും 4 പേരുണ്ട്. സിമിലാർലി ഇവിടെ CCl4 4 പേരുണ്ട്. അപ്പോൾ CH4 എന്തായിട്ട് മാറും? ലാസ്റ്റ് CCl4. ഇത് മുഴുവൻ എങ്ങനെ എക്സാമിന് ചോദിക്കില്ല. ഞാൻ ചിലപ്പോൾ എക്സാമിന് നമുക്ക് ഈ ഒരു ഭാഗം മാത്രം ചോദിച്ചിട്ട് ഇത് തരില്ല, അത് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ ചിലപ്പോൾ ഇത് തരില്ല, ഇത് രണ്ടും തരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരാതെ തരാം. എല്ലായിടത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട UV റേസ് ഉണ്ട് കേട്ടോ, UV റേസ് ഉണ്ട്, അത് മറക്കരുത്. ഓക്കെ, അങ്ങനെ പലതും വിട്ടു തരാം. ചിലപ്പോൾ ഇത് രണ്ടും തന്നിട്ട് ഈ റൈറ്റ് സൈഡ് നമുക്ക് വിട്ടു തരും, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. ചിലപ്പോൾ ഇത് മൊത്തം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പേര് പറയണം, സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നോക്കാം. അപ്പോൾ മെക്കാനിസം അറിയാൻ താല്പര്യമുള്ളവർ മാത്രം ബാക്കിയുള്ള ഭാഗങ്ങൾ കണ്ടാൽ മതി, അല്ലാത്തവർ ഇവിടെ വെച്ച് നിർത്തി. ഇത്രയും മതി നമുക്ക് SLCക്ക്. മെക്കാനിസം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോളിക്യൂൾ മാത്രമാണ് അതിൻ്റെ മെക്കാനിസം നമ്മൾ പറയാം നിങ്ങളുടെ ലെവലിൽ. ബാക്കി നിങ്ങൾ ഹയർ സ്റ്റഡീസ് ചെല്ലുമ്പോൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്, സത്യത്തിൽ ഈ ആണെന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തുറന്നുള്ള ഭാഗമാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മെക്കാനിസം നോക്കാം. എനി ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ദാറ്റ് ബിയേഴ്സ് അൺപെയർഡ് ഇലക്ട്രോൺ ഇസ് എ റാഡിക്കൽ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റാഡിക്കൽ എന്താണെന്ന് മനസ്സിലാക്കാം. റാഡിക്കൽ നിങ്ങൾ കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. റാഡിക്കൽ എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോൺ, അതായത് പങ്കുവെക്കാത്ത ഒരു ഇലക്ട്രോൺ കയ്യിലുള്ള ആരെയും നമുക്ക് എന്ത് പറയാം? റാഡിക്കൽ എന്ന് പറയാം. The radical may be charged or uncharged. Most organic radicals are uncharged. Organic radical uncharged ആണെന്ന് പറയാം. ഇപ്പം നമ്മളിവിടെ എടുക്കുന്ന ക്ലോറിൻ്റെ പ്രത്യേകത, ക്ലോറിൻ നോക്കൂ, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്തേക്കുന്നത്. UV റേസ് വന്ന് ഇങ്ങനെ തട്ടിക്കഴിയുമ്പോൾ ക്ലോറിൻ ഇങ്ങനെ തൻ്റെ ഷെയർ ചെയ്തേക്കുന്ന ഇലക്ട്രോൺസ് അങ്ങോട്ട് റിമൂവ് ചെയ്യും. അതായത് ക്ലോറിൻ തൻ്റെ ഈ കയ്യിലുള്ള ഇലക്ട്രോൺസ് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുമായിട്ട് ഷെയർ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത ആളുടെ ഇലക്ട്രോൺസ് അവരെ നമ്മൾ പരസ്പരം ഷെയർ ചെയ്തേക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഹാഫ് ആരോ കാണിക്കും. ഹാഫ് ആരോ ഇങ്ങനെ. ഓക്കെ, ഈ ഹാഫ് ആരോൻ്റെ മീൻസ് മുഴുവൻ കാണിക്കും, ഇവിടെ മുഴുവൻ ഇടാൻ പാടില്ല. ഹാഫ് ആരോ മീൻസ് ഇലക്ട്രോണിൻ്റെ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഈ ബോണ്ട് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. കണ്ടോ? അപ്പോൾ ഇപ്പോൾ ക്ലോറിന് കൂടെ നമ്മൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ കാണിക്കും. അതുപോലെ ഈ ക്ലോറിൻ്റെ മീതെയും എന്താണ് ഒരു ഇലക്ട്രോൺ കാണിക്കും. ഇത് നെഗറ്റീവ് ചാർജ് അല്ല, അവരവരുടെ ഇലക്ട്രോണാണ്, അവർക്ക് നെഗറ്റീവ് ചാർജ് ഒന്നുമില്ല ഇവിടെ. അപ്പോൾ ഇത് വളരെ റിയാക്റ്റീവാണ് ഈ ക്ലോറിൻ. കാരണം ഈ ക്ലോറിന് എങ്ങനെയും ഒരു ഇലക്ട്രോണിനെ കൂടി ചേർത്ത് എന്താണ് അതിൻ്റെ സ്റ്റെബിലിറ്റി കൈവരിക്കണം. കാരണം ക്ലോറിൻ നമുക്കറിയാം അറ്റോമിക് നമ്പർ 17 ആണ്. 287 ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടെങ്കിൽ ക്ലോറിൻ എന്ത് ചെയ്യുള്ളൂ? ഒക്ടറ്റ് ആവുള്ളൂ, 8 ഇലക്ട്രോൺ ആവുള്ളൂ ലാസ്റ്റ് ഷെല്ലിൽ. അപ്പോൾ എല്ലാ ആറ്റംസും 8 ഇലക്ട്രോൺ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. അപ്പോൾ ക്ലോറിൻ അങ്ങനെ സ്റ്റെബിലിറ്റിക്ക് ശ്രമിച്ചത് കൊണ്ടാണ് നേരത്തെ വേറൊരു ക്ലോറിനുമായിട്ട് ചേർന്ന് ഇങ്ങനെ ബോണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ അൾട്രാവൈറ്റേഷൻ്റെ ഉള്ളിൽ കൂടെ കടത്തിവിട്ട് അതിനെ പീഡിപ്പിച്ച് കളഞ്ഞത്. അപ്പോൾ ക്ലോറിൻ എന്താണ് പരസ്പരം മാറി നിന്നു. കണ്ടോ? ഇങ്ങനെ മാറി നിന്ന ക്ലോറിന് എന്ത് വേണം? ഒരു ഇലക്ട്രോൺ ആരെങ്കിലും കൊടുക്കണം, എന്നാലേ ക്ലോറിൻ സമാധാനമാവുള്ളൂ. അപ്പോൾ ക്ലോറിൻ ഇലക്ട്രോൺ ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നപ്പോൾ ആരുമില്ല. അപ്പോൾ ക്ലോറിൻ നോക്കുമ്പോൾ എന്താണ് അവിടെ CH4 നിൽപ്പുണ്ട്, മീഡിയം നിൽപ്പുണ്ട്. എന്നാൽ പിന്നെ മീഡിയൻ്റെ അടുത്ത് എന്നിട്ട് ഒരു ഇടി ഇട്ടിട്ട് അതിൽ നിന്നും എന്താണ് ഇലക്ട്രോൺ തരാൻ താല്പര്യമുള്ള ഒരാളെ അങ്ങോട്ട് വലിച്ചു. അതാരെയാണ്? ഹൈഡ്രജനെ വലിച്ച് ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ആണ് എന്തുണ്ടാവുന്നത്? HCl ഉണ്ടാവുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കൂ. ഇവിടെ കാർബൺ അതിന് ചുറ്റും 4 ഹൈഡ്രജൻ,
4 ഹൈഡ്രജൻ. ഓക്കെ, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്? ഈ കാർബൺ തൻ്റെ ഒരു ഇലക്ട്രോണിന് ഈ ഹൈഡ്രജനുമായിട്ട് ഷെയർ ചെയ്തേക്കാം. നമ്മുടെ ക്ലോറിൻ, ഏത് ക്ലോറിൻ? റാഡിക്കൽ ക്ലോറിൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ റാഡിക്കൽ ക്ലോറിൻ എന്ത് ചെയ്യുന്നത്? തൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺസ് ഇതേ എന്ന് പറഞ്ഞിങ്ങനെ കൊതിപ്പിക്കും. കൊതിപ്പിച്ച് കഴിയുമ്പോൾ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോണിന് എന്താണ്? ആ ക്ലോറിന് കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ അവർ തമ്മിൽ ഒരു എന്താണ്? ബോണ്ട് ഉണ്ടാവും. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കും? ഇവിടെ ഈ ഇലക്ട്രോൺ, അതായത് നമ്മുടെ കാർബൺ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ കാർബണിൻ്റെ തൻ്റെ വീട്ടിലേക്ക് തന്നെ എടുക്കും. ക്ലിയർ? അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കണം, ഇവിടെ ഒരു ബ്രേക്കിംഗ് വരികയാണ്, കണ്ടോ? അപ്പോൾ ഇവിടെ ഇയാൾ ഒറ്റയ്ക്കായിനി. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അയാളുടെ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാൾ CH പിന്നെ ഒരു ഇലക്ട്രോൺ നിൽക്കുന്നു. ഇതിപ്പോൾ ഒരു റാഡിക്കലല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ നേരത്തെ ഒരു റാഡിക്കൽ ഉണ്ടായതിന് ശേഷം അടുത്തൊരു റാഡിക്കൽ ഉണ്ടായി. കാരണം ഇവിടെ ഇലക്ട്രോൺ അൺപെയർഡ് ഇലക്ട്രോൺ, പെയർ ചെയ്യാത്ത ഇലക്ട്രോൺ. ഇത് ചാർജ് അല്ല, ന്യൂട്രൽ ആണത്, അൺപെയർഡ് ഇലക്ട്രോൺ ആണത്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? ഇയാളെ നമുക്ക് എന്ത് വിളിക്കാം? റാഡിക്കൽ എന്ന് പറയാം. ദീസ് ആർ ഓർഗാനിക് റാഡിക്കൽസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ നോക്കിക്കോളൂ. റാഡിക്കൽസ് ഹാവ് ആൻ അൺപെയർഡ് ഇലക്ട്രോൺ. ഇപ്പോൾ നമ്മൾ കണ്ടു റാഡിക്കൽസിന് എന്താണ്? അൺപെയർഡ് ഇലക്ട്രോൺ. അതായത് 2 ഇലക്ട്രോൺ ഉണ്ടാവില്ല, ഒരെണ്ണം പെയർ ചെയ്യാതെ, അതായത് 2 ജോഡിയായി നിൽക്കാത്ത ഒരു ഇലക്ട്രോൺ. റാഡിക്കൽസ് ആർ യൂഷ്വലി ഹൈലി റിയാക്റ്റീവ്. ഒരു വെരി റിയാക്റ്റീവ് ആണ്. കാരണം അവരിപ്പോൾ നേരത്തെ കണ്ടില്ലേ, ക്ലോറിൻ റാഡിക്കലും കണ്ടു, നമ്മൾ CH3 റാഡിക്കലും കണ്ടു. നമുക്കതെങ്ങനെ എഴുതാം? ക്ലോറിൻ റാഡിക്കൽ കണ്ടോ, ഒരു ഇലക്ട്രോൺ. അതുപോലെ CH3 റാഡിക്കൽ, അടുത്ത ഇലക്ട്രോൺ. ഇവർ രണ്ടുപേരും റാഡിക്കലാണ്. ഇവർ 2 പേർക്ക് ഒരെണ്ണം കൂടി കിട്ടിക്കഴിഞ്ഞാൽ തൃപ്തിയാവുള്ളൂ. അതുകൊണ്ട് വെരി റിയാക്റ്റീവ്, ഹൈലി റിയാക്റ്റീവ്. ആൻഡ് റാഡിക്കലേഷൻ ഇൻവോൾവ് ദ മൂവ്മെൻറ്റ് ഓഫ് സിംഗിൾ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡബിൾ ആരോ അങ്ങനെ കാണിക്കാൻ പാടില്ല. നമ്മൾ ഒരു ഹാഫ് ആരോ ആണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നതിനാണ് ഹാഫ് ആരോ എന്ന് കാണിക്കുന്നത്. ഓക്കെ. സോ ഹാലോജനേഷൻ ഓഫ് ആൽക്കെയിൻസ്, നമ്മൾ ക്ലോറിനുമായിട്ടുള്ള റിയാക്ഷന് നമ്മൾ ഹാലോജനേഷൻ എന്നും പറയും. നോക്കൂ, ആൽക്കെയിൻസ് റിയാക്ട് വിത്ത് ക്ലോറിൻ ഇൻ ദ പ്രസൻസ് ഓഫ് അൾട്രാവയലറ്റ് ലൈറ്റ്, റെപ്രസെൻറ്റഡ് ബൈ HV എന്നോ UV എന്നോ UV എന്നൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഹീറ്റ് ആയാലും അത് ഏകദേശം 200 തുടങ്ങി 300 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഹീറ്റ് ഉണ്ടെങ്കിലും ഈ റിയാക്ഷൻ നടക്കും. ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ ക്ലോറൈഡ്. എന്താണ് ഈ ആൽക്കൈൽ ക്ലോറൈഡ്? നമ്മൾ നേരത്തെ പഠിച്ചത് ക്ലോറോമീഥേൻ, ഡൈക്ലോറോമീഥേൻ, പിന്നെ ട്രൈക്ലോറോമീഥേൻ, പിന്നെ ടെട്രാക്ലോറോമീഥേൻ എന്ന് പഠിച്ചില്ല. അതാണ് ഈ ആൽക്കൈൽ ക്ലോറൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ജനറൽ നെയിമാണത്. Generally, the reaction gives a mixture of products, as does the reaction of methane with chlorine. അതായത് ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് നിൽക്കില്ല, എല്ലാം കൂടി ഒരുമിച്ചൊരു കൂട്ടമായിട്ടാണ് നമുക്ക് കിട്ടുക. അതായത് ഈ ഡൈക്ലോറോമീഥേനും ടെട്രാക്ലോറോമീഥേനും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചാണ് കിടക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ പഠിച്ചു എന്താണ് ക്ലോറിനുമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ CH3Cl എന്താണ് ക്ലോറോമീഥേൻ, പിന്നെ CH2Cl2 ഡൈക്ലോറോമീഥേൻ, പിന്നെ CHCl3 ട്രൈക്ലോറോമീഥേൻ, അവസാനം ടെട്രാക്ലോറോ. ഈ 4 പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടില്ലേ? ക്ലിയർ? ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് ദ ക്ലോറിൻ മോളിക്യൂൾ ഈസ് ഓൺലി 58 calorie per mole. So chlorine readily undergoes a homolytic bond dissociation. അപ്പോൾ നിങ്ങളിത് പുതിയൊരു ടേം പോകുന്നു, ഹോമോലിറ്റിക് ബോണ്ട് ഡിസോസിയേഷൻ. അതായത് ക്ലോറിൻ തൻ്റെ കയ്യിലുള്ള ഇലക്ട്രോൺ വേറൊരു ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്തേക്കാണ്. അപ്പോൾ ഇവർ തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അപ്പോൾ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ഇലക്ട്രോണിനായിട്ട് എന്താണ് സ്ഥലം കാലിയാകും. കണ്ടോ? അതാണ് ഹോമോളിറ്റിക് ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. എന്നാൽ സപ്പോസ് എയും ബിയും തമ്മിൽ ഇലക്ട്രോണിനെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബോണ്ട് ഡിസോസിയേഷൻ നടക്കുന്ന സമയത്ത് ബിയുടെ ഇലക്ട്രോണും കൊണ്ടുപോയി, ഒപ്പം എയുടെ ഇലക്ട്രോണും ബിയിലേക്ക് പോയി. അപ്പോൾ രണ്ടും ബി തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഹെട്രോളിറ്റിക് ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറയും. ഇവിടെ സംഭവിക്കുന്നത് ഹോമോളിറ്റിക് ബോണ്ട് ഡിസോസിയേഷൻ ആണ്. നമുക്കിത് ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ നോക്കൂ, കണ്ടോ ക്ലോറിൻ. അപ്പോൾ 2 ക്ലോറിൻ ഇവിടെ കാണിച്ചാൽ എന്താണ് സാർ? 2 ഉണ്ടല്ലോ. അപ്പോൾ ഈ ക്ലോറിൻ തൻ്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്ലോറിൻ തൻ്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ 2 ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാവും. കിട്ടിയോ? 2 ഉണ്ടാവും. നമ്മൾ 2 കാണിക്കാനാണ് 2 ഇട്ടേക്കുന്നത്. ക്ലിയർ? സോ 2Cl എന്താണ്? റാഡിക്കൽ. കിട്ടിയോ? അതിന് വളരെ കുറച്ച് എനർജി മതി. അതുകൊണ്ടാണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത്. ദിസ് സ്റ്റെപ്പ് നമ്മൾ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയും. തുടങ്ങുന്ന സ്റ്റെപ്പാണെന്ന് പറയും. ഓക്കെ. നോക്കൂ, the chlorine atoms that form a homolytic bond dissociation reaction are very reactive. ഇത് വളരെ റിയാക്റ്റീവ് ആണ്.
ബിക്കോസ് ഈച്ച് ഹാസ് എൻ അൺപെയ്ഡ് ഇലക്ട്രോൺ. കാരണം ഓരോന്നിൻ്റെ ഓരോ ഇലക്ട്രോൺ വെച്ചുള്ളൂ. ദേ ആർ ഇലക്ട്രോഫിലിക് എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ തേടി നടക്കുന്നവരാണ്. ദസ് ഈച്ച് സീക്സ് ആൻ ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ഇറ്റ്സ് അൺഫിൽഡ് ഷെൽ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ അവർ ഓരോ ഇലക്ട്രോൺ അന്വേഷിച്ച് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടി, സ്റ്റെബിലിറ്റി ആയിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇൻ എ റിയാക്ഷൻ വിത്ത് മീഥേൻ, എ ക്ലോറിൻ ആറ്റം റെഡിലി റിമൂവ്സ് എ ഹൈഡ്രജൻ ഫ്രം ദ മീഥേൻ. നമ്മൾ നേരത്തെ കണ്ടു, ഈ ക്ലോറിൻ ആറ്റം ചെന്ന് മീഥേനെ ചെന്നിട്ട് ഹൈഡ്രജൻ അങ്ങനെ എടുത്ത് മാറ്റി ഹൈഡ്രജനും കൂടെ അങ്ങോട്ട് പോകും. കണ്ടോ, ഇതാണ് സംഭവിക്കുക. നോക്കാം നമുക്ക്. അപ്പോൾ ഈ ക്ലോറിൻ CL മൈനസ് ഇവിടെ വരികയാണ്. അപ്പോൾ CL മൈനസ് വന്നു. CL മൈനസ് വന്നിട്ട് തൻ്റെ ഇലക്ട്രോണിനെ ഹൈഡ്രജൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഹൈഡ്രജൻ എന്ത് ചെയ്തു? തൻ്റെ ഇലക്ട്രോണിനെ ക്ലോറിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ പാവം എന്താണ്? CH3 ഉണ്ടോ? CH4 ആണത്. CH4 അതിനകത്ത് CH3 ഒറ്റയ്ക്കായിപ്പോയി. ഓക്കെ, അപ്പോൾ CH3യിൽ ഒരു ഇലക്ട്രോൺ, ആ CH3യുടെ ഇലക്ട്രോൺ കണ്ടോ, അത് CH3യുടെ ഒപ്പം ഉണ്ടാവും. ഈ ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് എന്തുണ്ടാവും? HCl ഉണ്ടാവും. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രോഡക്റ്റ്. കിട്ടിയോ? അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഏത്? ആദ്യം റാഡിക്കൽ ഉണ്ടാവുന്നു. ആ റാഡിക്കൽ ഉണ്ടായതിനു ശേഷം നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ദിസ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്, റാഡിക്കൽ ഉണ്ടാവുന്നത്. ഇത് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ പ്രൊപ്പഗേഷൻ എന്നാണ് പറയാം. പ്രൊപ്പഗേഷൻ എന്ന് പറയും. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി the resulting medial radical which also is very electrophilic then removes a chlorine atom from a chlorine molecules. ഓക്കെ, നമുക്കൊന്നുകൂടി പറയാം. അതായത് ക്ലോറിൻ എന്ത് ചെയ്തു എന്ന് അറിയാമോ? ക്ലോറിൻ ചെന്നിട്ട് നമ്മുടെ മീഡിയനെ അങ്ങോട്ട് പിടിച്ചു. എടാ, നിന്റെ ഹൈഡ്രജൻ എത്താം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് മീഡിയൻ ഹൈഡ്രജൻ എടുത്ത് എന്നിട്ട് ക്ലോറിൻ ചെന്നിട്ട് എൻ്റെ ഇലക്ട്രോൺ എന്നാ ആകർഷിച്ചു. അപ്പോൾ ഹൈഡ്രജൻ തൻ്റെ ഇലക്ട്രോൺ എൻ്റെ ഇലക്ട്രോൺ അറിയാമോ എന്ന് പറഞ്ഞിട്ട് ഹൈഡ്രജൻ അവിടെ നിന്ന് പോയിട്ട് ഈ ക്ലോറിന് ഹൈഡ്രജന് ചേർന്ന് HCl ഉണ്ടായി അവർ സുഖമായിട്ട് ജീവിക്കാൻ. അപ്പോൾ പാവം ആര്? ഈ പറഞ്ഞ അയാൾ തൻ്റെ കയ്യിൽ അവിടെ ഉള്ള ഇലക്ട്രോൺ നേരത്തെ ഹൈഡ്രജനുമായി ഷെയർ ചെയ്തിട്ടുണ്ടായുള്ളൂ. ആ ഇലക്ട്രോണിനെ ആര് തിരിച്ചു വിളിച്ചു? നമ്മുടെ മീഥേൻ തിരിച്ചു വിളിച്ചിട്ട്. അപ്പോൾ മീഥേൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മീഥേൻ ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലേ? മീഥേൻ അൺപെയ്ഡ് ആണ്. മീഥേൻ ഇപ്പോൾ റാഡിക്കലാണ്. മീഥേൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, മീഥേൻ ചെന്നിട്ട് ഇതേപോലെ ചുമ്മാ നിൽക്കുന്ന ക്ലോറിൻ ഉണ്ടാവും. കണ്ടോ, ചുമ്മാ നിൽക്കുന്ന ക്ലോറിൻ. ആ ക്ലോറിൻ്റെ അടുത്ത് ചെന്നിട്ട് മീഥേൻ ഇനി ചെല്ലും. മീഥേൻ ചെന്നിട്ട് പറയും, ദേ എൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. കണ്ടോ, ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇതേ ഞാൻ വെച്ചു. അപ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? മറ്റേ ക്ലോറിനെ വിട്ടിട്ട് ദേ ഞാനും വെച്ചു. കണ്ടോ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ബ്രേക്ക് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവർ തമ്മിൽ ചേർന്നു, CH3Cl. അപ്പോൾ ഇവിടെ ഈ ക്ലോറിന് എന്ത് സംഭവിക്കും? ഇവിടെ നേരത്തെ ഈ രണ്ട് ക്ലോറിൻ തമ്മിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഈ ഇലക്ട്രോൺ ഈ ക്ലോറിനിലേക്ക് ഷിഫ്റ്റ് ആവും. ക്ലിയർ? അപ്പോൾ ഇവിടെ ഒരു ക്ലോറിൻ്റെ റാഡിക്കൽ വീണ്ടും വന്നില്ലേ? കണ്ടോ, അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. വീണ്ടും ക്ലോറിൻ റാഡിക്കൽ വന്നൊരു മീഥേൻ മോളിക്യൂളിൻ്റെ അടുത്ത് ചെല്ലും, വീണ്ടും മീഥൈൽ റാഡിക്കൽ ഉണ്ടാവും, വീണ്ടും ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാവും, വീണ്ടും മീഥൈൽ റാഡിക്കൽ, വീണ്ടും ക്ലോറിൻ റാഡിക്കൽ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലായോ? കണ്ടോ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇയാൾ വന്നിട്ട് ഇങ്ങനെ ആകർഷിക്കുകയാണ്. അപ്പോൾ ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ക്ലോറിൻ്റെ കൊടുക്കും. ഉണ്ടോ, അപ്പോൾ ഇവർ തമ്മിൽ ചേർന്നിട്ട് CH3. ഇതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ക്ലോറോമീഥേൻ. ഓർമ്മയുണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അവശേഷിക്കുന്ന ഈ തൻ്റെ ഇലക്ട്രോണുമായിട്ട് അവശേഷിക്കുന്ന ഈ ക്ലോറിൻ റാഡിക്കൽ വീണ്ടും നേരത്തെ നമ്മൾ കണ്ട സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും. വീണ്ടും മീഥേൻ്റെ അടുത്ത് ചെന്നിട്ട് റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഈ ക്ലോറിൻ വേണമെങ്കിൽ ഇതുമായിട്ടും റിയാക്ട് ചെയ്യാം. അതാണ് നമ്മൾ പിന്നീട് കണ്ട പ്രൊഡക്റ്റുകളൊക്കെ അങ്ങനെയാണ് ഫോം ചെയ്തത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് പ്രൊപ്പഗേഷൻ. This chlorine atom can then remove a hydrogen atom from another methane molecule to produce another methyl radical. കണ്ടോ, ഈ ക്ലോറിൻ ആറ്റം വീണ്ടും സ്റ്റെപ്പ് ഉണ്ടാകും, പഴയ സ്റ്റെപ്പ്. Then the methyl radical can then react with another chlorine molecule to produce another chlorine atom to start the cycle again. അപ്പോൾ ഈ മീഥൈൽ ആറ്റം പിന്നെ ഉണ്ടാവും, അത് വന്നിട്ട് വീണ്ടും ഇതുപോലെ ക്ലോറിനായിട്ട് പ്രവർത്തിച്ചിട്ട് വീണ്ടും ക്ലോറിൻ ഉണ്ടായി. മനസ്സിലാവുന്നുണ്ടോ? This type of reaction is known as chain reaction. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിതിനെ ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. ചെയിൻ റിയാക്ഷനിൽ 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നത് ഇനിഷ്യേഷൻ സ്റ്റെപ്പ്, പിന്നെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, ലാസ്റ്റ് വൺ ഈസ് ടെർമിനേഷൻ സ്റ്റെപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇനിഷ്യേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നോക്കാം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഫസ്റ്റ് എന്ത് ഫോം ചെയ്യണം? റാഡിക്കൽ. ഏത് റാഡിക്കൽ? ക്ലോറിൻ റാഡിക്കൽ ഫോം ചെയ്യണം. ഓക്കെ, ദെൻ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഈ ക്ലോറിൻ റാഡിക്കൽ എന്ത് ചെയ്യുന്നു? മീഥേൻ്റെ അടുത്ത് വന്നിട്ട് മീഥേൻ റാഡിക്കൽ ഉണ്ടാക്കുന്നു. വീണ്ടും മീഥേൻ റാഡിക്കൽ വന്ന് ക്ലോറിൻ്റെ അടുത്ത് വന്നിട്ട് എന്താണ്? ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാക്കും. ഇതാണ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഏകദേശം 10,000 സ്റ്റെപ്പ് വരെ ഇതിനകത്തുണ്ടാവും. അത് കഴിയാണ്ട് ഇത് നിൽക്കില്ല. ലാസ്റ്റ് വൺ ഈസ് നോൺ ആസ് എന്താണ്? ടെർമിനേഷൻ സ്റ്റെപ്പ്. സ്റ്റോപ്പ് ചെയ്യേണ്ട റിയാക്ഷൻ. എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും? ടെർമിനേഷൻ സ്റ്റെപ്സ് ആർ ദ സ്റ്റെപ്സ് ദാറ്റ് സ്റ്റോപ്പ് ദ ചെയിൻ റിയാക്ഷൻ. ഫോർ ദ റാഡിക്കൽ ക്ലോറിനേഷൻ ദ പോസിബിൾ ടെർമിനേഷൻ സ്റ്റെപ്സ് ആർ ഫോളോസ്.
അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞു ക്ലോറിൻ തൻ്റെ ഇലക്ട്രോണിനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു, ഈ ക്ലോറിൻ തൻ്റെ ഇലക്ട്രോൺ അടുത്തേക്ക് കൊണ്ടുവന്നു, അപ്പോൾ ക്ലോറിൻ റാഡിക്കൽ ഉണ്ടായി. ഓക്കെ, ക്ലിയർ? ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഇനിഷ്യേഷൻ. ഇത് പഠിച്ച് തുടങ്ങുന്ന ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് നമ്മൾ കണ്ടു CH4ൻ്റെ അടുത്തേക്ക് വരുന്ന ക്ലോറിൻ തൻ്റെ ഇലക്ട്രോണിനെ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ ഇലക്ട്രോൺ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പേര് എന്തായിരുന്നു? അയാളുടെ പേര് CH3 റാഡിക്കൽ. ക്ലിയർ ആണോ? ക്ലിയർ. ഈ CH3 റാഡിക്കൽ ചെന്നിട്ട് വീണ്ടും നമ്മുടെ ക്ലോറിനുമായിട്ട് എന്നെ ബ്രേക്ക് ചെയ്തില്ല, നിന്നെ ബ്രേക്ക് ചെയ്ത് കാണിച്ചാടി എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഈ ക്ലോറിൻ്റെ അടുത്ത് ചെന്നിട്ട് എന്ത് ചെയ്യും? ഈ CH3 തൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ടല്ലോ അത് ഓഫർ ചെയ്യും. എന്നാ പിടിച്ചോ. ഈ ക്ലോറിൻ എന്താണ് ഇവിടെ നിങ്ങളുടെ ഓഫർ ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആര് ഫോം ചെയ്യും? ഒരു ക്ലോറിൻ റാഡിക്കലും ഫോം ചെയ്യും. അപ്പോൾ ഇവർ രണ്ടുപേർക്കും ഇലക്ട്രോണിനെ പരസ്പരം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നിന്ന് പോവില്ലേ? നിന്ന് പോവും. ശരിയാണ്. കാരണം ഇയാളുടെ ഇലക്ട്രോൺ ഉണ്ട്, ഇയാളുടെ ഇലക്ട്രോൺ ഉണ്ട്, പരസ്പരം ഷെയർ ചെയ്താൽ പോരെ. അങ്ങനെ അവർ തമ്മിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, CH3Cl. അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, അത് ഒന്ന്. പിന്നെയോ ഈ ക്ലോറിൻ ഒരെണ്ണമല്ലോ, ഇതേപോലത്തെ വേറെ ക്ലോറിനും ഉണ്ടാവില്ലേ? അപ്പോൾ ആ രണ്ട് ക്ലോറിനും തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് 2. ക്ലിയർ? അപ്പോൾ ഈ 2 റിയാക്ഷൻ നിന്നു കേട്ടോ. പിന്നെ CH3 ഒരെണ്ണം കൂടി ഉണ്ടെന്ന് വിചാരിക്കും, അവിടെ വേറെ ഒരു CH3 ഉണ്ടായിക്കൂടെ? ഇല്ലേ? അപ്പോൾ അവർ തമ്മിൽ ഷെയർ ചെയ്താലോ അപ്പോൾ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ലേ? CH3CH. എന്താണത്? ഈഥേൻ. നിങ്ങൾ പഠിക്കാത്തൊരു കാര്യമാണത്. ഈഥേൻ ഉണ്ടായില്ലേ? അപ്പോൾ ഈഥേൻ ഉണ്ടായതും ഇത് 3rd 3 പ്രൊഡക്റ്റ്. ഇതോടുകൂടി ഈ റിയാക്ഷൻ നിന്ന് പോകും. ദിസ് ഇസ് നോൺ ആസ് ടെർമിനേഷൻ. കിട്ടിയോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ CH3Cl ഉണ്ടാവുന്നു, CH3CH കണ്ട 3 നോക്കാം എന്താണെന്ന്. ആദ്യം ക്ലോറിൻ റാഡിക്കലും മീഡിയൽ റാഡിക്കലും തമ്മിൽ ചേർന്ന് CH3Cl. ഇനി മീഡിയൽ റാഡിക്കലുമായിട്ട് തന്നെ ചേർന്ന് എന്താണ്? CH3CH3. ക്ലോറിൻ റാഡിക്കലുമായി ചേർന്ന് എന്താണ്? Cl2. അങ്ങനെ 3 ടെർമിനേഷൻ പ്രോഡക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു അല്ലേ? ഇത് രണ്ടും നമ്മൾ ആ റിയാക്ഷനിൽ എഴുതി കാണുന്നില്ല. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിൽ എത്തുമ്പോൾ പഠിക്കും. ക്ലിയർ? അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറഞ്ഞാൽ ഇനിഷ്യേഷൻ സ്റ്റെപ്പിൽ ക്ലോറിൻ റാഡിക്കൽ ഉണ്ടാകുന്നു. പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ ക്ലോറിൻ റാഡിക്കൽ വന്നിട്ട് മീഡിയലിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മീഡിയൽ റാഡിക്കൽ ഫോം ചെയ്യുന്നു. മീഡിയൽ റാഡിക്കൽ വന്ന് ക്ലോറിൻ അറ്റാക്ക് ചെയ്ത് ക്ലോറിൻ റാഡിക്കൽ ഫോം ചെയ്യുന്നു. ഇനിയുള്ള സാധ്യതകളൊന്ന് ഈ 2 റാഡിക്കൽ തമ്മിൽ കൂടിച്ചേരാം. അതായത് ടെർമിനേഷൻ. അപ്പോൾ ടെർമിനേഷൻ നിന്ന് റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഓരോ റാഡിക്കൽ അവരവരുടെ തന്നെ കൂടിച്ചേരും. ഇപ്പോൾ CH3CH തമ്മിൽ കൂടിക്കലർന്ന് CH3CH3 ഈഥേൻ ഉണ്ടാവുന്നു. ക്ലോറിനുമായി കൂടിക്കലർന്ന് ക്ലോറിൻ മോളിക്യൂളും ഉണ്ടാവുന്നു. മനസ്സിലായോ? ടെർമിനേഷൻ സ്റ്റെപ്പ് വളരെ റെയറാണ്. കാരണം ഈ ഉണ്ടാവുന്ന അയോണുകൾ ഇങ്ങനെ അടുത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ, വളരെ കുറച്ചത് ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് ഇസ് വെരി ലാർജ്. ചെയിൻ റിയാക്ഷൻ ടക്ക പടക്കം പെടുന്ന പോലെ ഇങ്ങനെ കുറേ റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കും. അത് തുടങ്ങിയതാരാ? ചുമ്മാ തീ കൊടുത്ത് വിട്ടതാണ് ആര്? നമ്മുടെ ക്ലോറിൻ. ഓക്കെ, സോ ദീസ് ആർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഹയർ സ്റ്റഡീസിലൊക്കെ പഠിക്കും. തൽക്കാലം നമുക്കിത് മതി. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈഥേൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഇറ്റ്. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വ്യൂസ് നോക്കിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വ്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതും ഫ്രീ ആയിട്ട്. ഓക്കെ, താങ്ക് യു.